നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡ് പിന്നെ അതുണ്ടാക്കുന്ന രോഗാവസ്ഥകളെക്കുറിച്ചാണ്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലായി കാണപ്പെടുന്ന ഒരു സാധനമാണ്. പ്യൂറീൻസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസസിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റാണ് യൂറിക് ആസിഡ്. നമ്മുടെ ശരീരത്തിലെ നോർമലായ കോശങ്ങൾ അഥവാ സെൽസ് നശിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റായി ശരീരത്തിൽ തന്നെ യൂറിക് ആസിഡ് ഉണ്ടാകും. ചില അസുഖങ്ങളുടെ കാരണമായി ചില ഭക്ഷണ രീതികളാൽ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടിയാൽ അത് ശരീരത്തിൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. ഇതിനെയാണ് ഹൈപ്പർ യൂറീസീമിയ റിലേറ്റഡ് ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെ? പ്രധാനമായും അസ്ഥിയെയും കിഡ്നിയെയുമാണ് യൂറിക് ആസിഡ് ബാധിക്കുക. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അത് ജോയിൻറ്റുകളിൽ അടിഞ്ഞാൽ അവിടെ കെട്ടിക്കിടക്കുകയും അത് വീർക്കുകയും ചിലപ്പോഴൊക്കെ വേദന, നീര്, കാലക്രമേണ ജോയിൻറ്റിൻ്റെ ഷേപ്പ് വ്യത്യാസം വരിക എന്നതിലേക്ക് വരെ വഴിവെക്കാം. രണ്ടാമതായുള്ളതാണ് കിഡ്നിയെ ബാധിക്കുന്നത്. യൂറിക് ആസിഡ് അലിയാതെ വരുമ്പോൾ അത് കിഡ്നിയിൽ കെട്ടിക്കിടക്കുകയും കല്ലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ന്യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യത്തേതാണ്. യൂറിക് ആസിഡ് കൊണ്ടുണ്ടാവുന്ന ജോയിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനകളും പ്രശ്നങ്ങളും. ആരിലാണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ? പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ? കൂടുതലും പുരുഷന്മാരിലാണ് യൂറിക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ യൂറിക് ആസിഡിൻ്റെ ലെവൽസ് പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നതിന് കുറച്ച് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. മാസമുറ നിന്ന് കഴിഞ്ഞാൽ, അതായത് മെനോപോസിന് ശേഷം സ്ത്രീകളിലും യൂറിക് ആസിഡ് സംബന്ധമായ രോഗങ്ങൾ പുരുഷന്മാർക്ക് തുല്യമായി കാണുന്നുണ്ട്. യൂറിക് ആസിഡിൻ്റെ അളവ് നോർമൽ എത്രയാകണം? നോർമലായിട്ടുള്ള യൂറിക് ആസിഡിൻ്റെ അളവ് 7ൻ്റെ താഴെയായിരിക്കണം. 7ന് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റിൻ്റെ ഡാമേജ്, ജോയിൻറ്റ് വേദന, പിന്നെ കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. യൂറിക് ആസിഡ് 7ൻ്റെ മുകളിലായാൽ എല്ലാവരിലും അത് കുഴപ്പമാണോ? അല്ല. ചിലപ്പോഴൊക്കെ റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇപ്പോഴൊക്കെ എല്ലാവരും ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ യൂറിക് ആസിഡിൻ്റെ അളവ് 8 8.5 എന്നൊക്കെ കണ്ടേക്കാം. നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിലും അവർക്ക് സ്റ്റോണും ഉണ്ടാവുകയില്ല, ജോയിൻറ്റിന് വേദനയും ഉണ്ടാവുകയില്ല. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് യൂറിക് ആസിഡിൻ്റെ അളവ് അങ്ങനെ സാഹചര്യവശാൽ കൂടുതലായി കണ്ടാൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിക്കാൻ പാടില്ല. ചിലപ്പോഴൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് പെട്ടെന്ന് 8 8.5 കണ്ടു, നിങ്ങൾക്ക് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ല. അതിന് മരുന്നെടുത്ത് അതിൻ്റെ അളവ് പെട്ടെന്ന് കുറയ്ക്കുമ്പോഴായിരിക്കാം ആദ്യമായി നിങ്ങൾക്ക് യൂറിക് ആസിഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ജോയിൻറ്റിൻ്റെ വേദന അല്ലെങ്കിൽ ഗൗട്ട് ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായി ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മരുന്നുകൾ തുടങ്ങാവൂ. ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് 7ന് മുകളിലാവുക, നിങ്ങൾക്ക് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടുള്ള ജോയിൻറ്റിൻ്റെ വേദനകളാണെന്ന് സ്ഥിരീകരിക്കപ്പെടുക, അതല്ല എങ്കിൽ കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ മരുന്ന് തുടങ്ങേണ്ടതുണ്ട്. ഏതൊക്കെ ജോയിൻറ്റുകളെയാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? ഏറ്റവും കോമണായി യൂറിക് ആസിഡ് ബാധിക്കുന്നത് ഫസ്റ്റ് മെറ്റാറ്റാർസൽ ജോയിൻ്റ് ആണ്. അപ്പോൾ അത് കാലിലെ നമ്മുടെ തള്ളവിരൽ, ഇപ്പോൾ ഇവിടെ ഈ പടത്തിൽ നോക്കുകയാണ് എങ്കിൽ യൂറിക് ആസിഡ് അടിഞ്ഞിരിക്കുന്ന ഒരു ജോയിൻറ്റും അത് ജോയിൻറ്റിന് എങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തള്ളവിരലിൻ്റെ അവിടെ യൂറിക് ആസിഡ് അടിയുന്നു, അതുകൊണ്ട് ജോയിൻറ്റിന് വേദനയും നീരും ഉണ്ടാവുക. പലപ്പോഴും ഇതുമായിട്ടായിരിക്കും ആദ്യമായി യൂറിക് ആസിഡിൻ്റെ ഒരു കുഴപ്പം കണ്ടുപിടിക്കപ്പെടുക തന്നെ. യൂറിക് ആസിഡ് ഈ ഫസ്റ്റ് മെറ്റാറ്റാർസൽ ജോയിൻറ്റിനെ ബാധിക്കുന്നതിനാണ് പൊഡാഗ്ര എന്ന് പറയുന്നത്. കോമൺ ആയ ഈ ജോയിൻ്റ് അല്ലാതെ മറ്റ് ജോയിൻറ്റുകൾ ബാധിക്കപ്പെടാം. കാലിൻ്റെ കുഴ, മുട്ട്, നടു, പിന്നെ കയ്യിലെ ഈ വിരലുകളിലെ മെറ്റാകാർപ്പൽ ജോയിൻറ്റ്സ്,
ഫസ്റ്റ് മെറ്റാകാർപ്പൽ ജോയിൻറ്റ് പലപ്പോഴും പല ആൾക്കാരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എൽബോ. പിന്നെ വേറൊരു കാര്യമുള്ളത്, പ്രായം കൊണ്ടുള്ള തേയ്മാനം ഒക്കെ കഴുത്തിനോ നടുവിനോ മറ്റ് ജോയിൻറ്റുകൾക്കോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കുറച്ചുകൂടെ കൂട്ടുന്നത് ചിലപ്പോഴൊക്കെ യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ ആയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുള്ള ടിപ്പിക്കലായ ഒരു ഗൗട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലോ, യൂറിക് ആസിഡിനാണ് നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ വേദനയുടെ കാര്യം എന്ന് ഒരു ഡോക്ടർ സ്ഥിരീകരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ മരുന്നുകൾ തുടങ്ങണം. യൂറിക് ആസിഡ് കൂടിയാൽ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ യൂറിക് ആസിഡ് സാഹചര്യവശാൽ കൂടുതലായി കണ്ടാൽ മരുന്ന് തുടങ്ങേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ജീവിത രീതിയിൽ കുറച്ച് മാറ്റം വരുത്തണം. വെള്ളം നല്ലതുപോലെ കുടിക്കണം. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് 7ൻ്റെ മുകളിലൊക്കെ പോകുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്യാത്തത് കൊണ്ട്, അത് ഡിസോൾവ് ചെയ്യാത്തത് കൊണ്ട്, ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡീഹൈഡ്രേറ്റഡ് ആവുന്നു. ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിലെ ജലാംശം കുറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു മിതമായ അളവിലുള്ള യൂറിക് ആസിഡ് പോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. 2 ഭക്ഷണ രീതിയിലുള്ള ചില മാറ്റങ്ങളാണ്. യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടാവുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ട്. പ്രധാനമായും റെഡ് മീറ്റ്, ബീഫ്, പോർക്ക് പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം. ചിക്കൻ, ആ റെഡ് മീറ്റിൻ്റെ അത്രയും പ്രശ്നമില്ല എങ്കിലും അളവ് വളരെ കുറയ്ക്കണം. പിന്നെ ചെമ്മീന്, ഞണ്ട് പോലെയുള്ള ഭക്ഷണ സാധനങ്ങളും അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായി പ്യൂറിൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായി യൂറിക് ആസിഡിലേക്ക് എത്തിപ്പെടുന്നു. ഇതിൻ്റെയും അളവ് കുറയ്ക്കണം. പച്ചക്കറികളിൽ സോയാബീൻ, പരിപ്പ്, കടല ഇതൊക്കെ കുറച്ച് അളവ് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പ്രധാനമായും നോൺ വെജിറ്റേറിയൻ ഫുഡാണ് യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യം. മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ മരുന്ന് മറ്റൊരു വസ്തുവിടെ കഴിക്കുന്നതിൽ അർത്ഥം തന്നെയില്ല. യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മദ്യ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളൊക്കെ വളരെ കോമണായി ഉപയോഗിക്കുന്ന കൂൾ ഡ്രിങ്ക്സ്, അത് കോള അടങ്ങിയ ഡ്രിങ്ക്സ് ആയിരിക്കാം, ജ്യൂസസ് ആയിരിക്കാം, ഇതിലൊക്കെ ഫ്രക്ടോസ് എന്ന് പറയുന്നതാണ് കണ്ടൻറ്റ് എങ്കിൽ, അതിന് മധുരത്തിന് വേണ്ടിയായി ഫ്രക്ടോസ് കണ്ടെയ്നിങ് സിറപ്പാണ് എങ്കിൽ അതും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതിലേക്ക് വഴിവെക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കൂൾ ഡ്രിങ്ക്സ്, കോള ഐറ്റംസിൻ്റെയൊക്കെ കണ്ടൻറ്റ് നോക്കുകയും അതിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. യൂറിക് ആസിഡ് കൂടുതൽ അതുകൊണ്ട് സ്റ്റോൺ അല്ലെങ്കിൽ ജോയിൻറ്റിന് വേദനകൾ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഭക്ഷണക്രമവും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവും കൂട്ടുന്നതിൻ്റെ ഒപ്പം ചിലപ്പോഴൊക്കെ മരുന്നുകൾ വേണ്ടി വരാം. ഇത് 2 തരത്തിലുള്ള മരുന്നുകളാണ്. ഒന്ന് യൂറിക്കോസ്യൂറിക് ഡ്രഗ്സ്, അത് മൂത്രത്തിൽ കൂടെ യൂറിക് ആസിഡ് നഷ്ടപ്പെടുന്നതിനും. 2 സാന്തീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്, അത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വേണ്ടിയായിട്ടാണ്. ഈ ഫെബുക്സോസ്റ്റാറ്റ്, അല്ലോപിറിനോൾ എന്നൊക്കെ വളരെ കോമണായി ഈ മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നീണ്ട കാലം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് അതിൻ്റേതായ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭക്ഷണക്രമം ക്രമീകരിക്കുകയും വെള്ളം നല്ലപോലെ കുടിക്കുകയും ചെയ്യാൻ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ തീർച്ചയായും ശ്രദ്ധിക്കണം. പിന്നെ ചില മരുന്നുകൾ, ഉദാഹരണത്തിന് പ്രഷറിനൊക്കെ വേണ്ടി കൊടുക്കുന്ന തയാസൈഡ് ഡയൂററ്റിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ചില വിഭാഗം മരുന്നുകൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതിലേക്ക് വഴിവെക്കാം. അപ്പോൾ പ്രഷറിന് വേണ്ടി കൊടുക്കുന്ന ചില മരുന്നുകളൊക്കെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ കഴിക്കുന്നത് സുരക്ഷിതമാണോ എന്നത് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. നന്ദി.